ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് കണ്ടു നോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പം കമൻറ്റ് എന്തിനാണ് എഴുതണമെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ ഓരോരുത്തർ. അപ്പോൾ കമൻറ്റ് ഇട്ടെങ്കിലേ നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് യൂട്യൂബ് സ്വയം നമ്മളെ വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കമൻറ്റുകൾ മസ്റ്റായിട്ട് ഇടണേ. അങ്ങനെ ഒന്ന് രാവിലത്തെ ചായൻ്റെ കടി ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. ചായ അവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കറി കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ട് കാണ്ടല്ലോ കറിയാണ് കേട്ടോ. അതാണ് കുക്കറിൽ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ പൂരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂരിക്ക് കുഴക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ മാവ് കൂട്ടുന്നതൊക്കെ. അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. കണ്ടില്ല, നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട് കേട്ടോ. പൂരിൻ്റേതായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കോണ്ടി കേട്ടോ. അങ്ങനെ പൂരി ചുടൽ കഴിഞ്ഞപ്പോൾ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയാണ് കേട്ടോ. അപ്പോൾ അരി ഞാൻ ചായപൊടി കഴിഞ്ഞേക്ക് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കണമല്ലോ. അങ്ങനെ ഇട്ട് വെച്ച് മുറ്റൊക്കെ അടിക്കാൻ വേണ്ടി പോയിട്ടോ. എന്നിട്ട് മുറ്റൊക്കെ അടിച്ചവർ വന്ന് അരിയൊക്കെ അവിടെ കഴുകി കുറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തിളപ്പിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഈ വെച്ച് കൊടുക്കുന്നത്. അപ്പം തീയൊക്കെ ഉഷാറായിട്ട് അങ്ങോട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് റിജുവിന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ മുട്ട പൊരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചോറോന് സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ റോബി മോൾക്ക് ഇന്ന് ക്ലാസ്സില്ല കേട്ടോ. ഒന്ന് 5ാം ക്ലാസ്സിലേക്ക് മാത്രം ക്ലാസ്സില്ല. അതുകൊണ്ട് നോക്ക് ചോറ് കൊണ്ടുപോകണ്ട. പിന്നെ മറ്റേ രണ്ടാളും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വരും കേട്ടോ. അപ്പം റിജുവിന് മാത്രം മുട്ട മാത്രം പൊരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മുട്ട പൊരിച്ചാൻ അവൻ്റെ പാത്രത്തിലൊക്കെ ആക്കിയാണ്. ഞാൻ നീച്ചിട്ടില്ല കേട്ടോ. അവനെ പോയി വിളിച്ച് നട്ടേ വെള്ളിയാഴ്ച ആകൊണ്ട് നേരത്തെ വണ്ടി വരും കേട്ടോ. വിളിച്ചോണത്താതെ നീച്ച് വരില്ല. നീച്ച് വന്നാൽ കുറച്ച് കുറുമ്പ് കാട്ടാനൊക്കെ ടൈം കുറച്ച് വേണം. ഇഷ്ടപ്പെട്ട കടി അല്ലെങ്കിലൊക്കെ ചിലപ്പം കുറുമ്പും കൊണ്ടിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ വലിയ കുറുമ്പൊന്നും ഉണ്ടാവില്ല. പൂരിയാണ്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴൊക്കെ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അടുക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെയുള്ള പച്ചക്കറികളൊക്കെ നിറഞ്ഞു വെച്ചു കേട്ടോ. ചോറൊക്കെ ഉള്ള അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അവിടെ തീയ കത്തിച്ച് വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ പച്ചക്കറി അരിഞ്ഞത്, ക്യാപ്സിക്കന്, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ കുറച്ച് പയറുണ്ട് കേട്ടോ. അപ്പം ബീൻസാണ് വേണ്ടിയിരുന്നത്. ബീൻസ് ഇല്ല. കടയിൽ ചോദിച്ചപ്പം ബീൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മളപ്പോൾ അടുത്ത് പയറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടുണ്ട് അരിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കേക്ക് എടുക്കുകയാണ്. കടായി ആണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ അവിടെ നന്നായിട്ട് 2-4 പ്രാവശ്യമാക്കിയാണ് കേക്കിയാണ്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഊറ്റി വെച്ചിട്ട് തന്നെ ഉള്ളു, മസാല വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് വെന്തു. അരി നല്ല വെന്ത് വേവാനും പറ്റൂല കേട്ടോ. നമ്മളൊരു മീഡിയത്തിൽ ആക്കാനേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആകെ ഇങ്ങോട്ട് വിരകി ഇങ്ങോട്ടാകും. അപ്പം 3/4% ചോറ് വേവായപ്പോൾ ഞാൻ വേഗം അതോടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിക്കനൊക്കെ ഒന്ന് മസാല കൂട്ടുകയാണ്. അപ്പം ചിക്കന് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് പൈക്കത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്ത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അത് കൂടണ്ടേ. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളകും പൊടി അത്ര അധികം എരിവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി അവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 10 മിനിറ്റ് തന്നെ വെക്കണുള്ളൂ. അധികം നിൽക്കാനൊന്നും ടൈമില്ല. കാരണം 12 മണിയാകുമ്പോഴേക്കിനും കുട്ടികൾ ചോറിന് വരും. അപ്പോൾ പിന്നെ എല്ലാം ആവണ്ടേ. അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ വെച്ച് ഞാൻ റിജുവിനെയൊക്കെ ഒരുക്കി പറഞ്ഞയച്ചു കേട്ടോ. അവൻ്റെ വണ്ടി 8:45 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ പറഞ്ഞയച്ച് ഇനിയിപ്പോൾ അതാ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ അവിടെ മുഴുവനായിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ ഞാനിട്ട് ഞാൻ വേറൊരു ചട്ടിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ആ ചട്ടിയിൽ മാത്രമൊക്കെ കൊള്ളൂല. അപ്പം ഞാൻ വേറൊരു ചട്ടി വെച്ച് കൊടുത്താണ്ട് ആ എണ്ണയ്ക്ക് ഒഴിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വല്ലുള്ളി ഇട്ടിട്ട് ഒന്നാക്കി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ പെട്ടെന്ന് വാടി കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുത്താണ്ട് സിമ്മിലാക്കി വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ അത് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഓർമ്മ വന്നത് തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കിയാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നൊന്ന് ഇട്ട് കഴിഞ്ഞിട്ടല്ലേ ഓർമ്മയത്. ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെ കിടക്കട്ടെ. അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ എല്ലാം നമുക്ക് ഓർമ്മ വരിക. ഇനിയിപ്പോൾ അങ്ങനെ വേവാൻ വേണ്ടിയിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നമ്മളെ തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടക്കായിട്ട് ഞാൻ ചോറ് വെക്കാനുള്ള പച്ചക്കറി വാട്ടാനും വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് ചൂടാകാൻ വേണ്ടി വെച്ച് കൊടുത്തതാണ് കേട്ടോ. എന്നാൽ ദാണിൻ്റെ ഒപ്പം തന്നെ ചോറും അവിടെ റെഡി ആക്കിയിട്ടുണ്ടാവും. അതിൽ എണ്ണ ചൂടാകാൻ വെച്ച് കൊടുത്തതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ അധികം എരിവില്ലാത്ത മുളകും പൊടി ആയതുകൊണ്ട് 2.5 സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി അത് തന്നെ ഉള്ളതിന് അപ്പോൾ ഉള്ളതാണ് തട്ടിയിട്ട് കൊടുത്തിട്ട് കേട്ടോ. മല്ലി മുളക് കിട്ടിയിട്ട് വേണം. ഇനി കുറച്ച് ഉപ്പിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ഉള്ളി വാട്ടിയിൽ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ചിക്കൻ പൊരിച്ചതിലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് കൊടുത്തുള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഏറിപ്പോയാലേ പിന്നെ തിന്നാൻ കഴിയൂലല്ലോ. അങ്ങനെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയ ജീരകമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊരിച്ച് വെച്ച ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. കാബേജ് ഇട്ട് കൊടുത്താലാണ് ഓർമ്മയായത് കേട്ടോ. നമ്മൾ പയറല്ലേ അത് കുറച്ചൊക്കെ ഒരു വേവുള്ളത്, അതിനും ആദ്യം ഇട്ട് കൊടുക്കേണ്ടിയിരുന്നത്. ഞാൻ നേരെ തിരിച്ചാട്ടോ ഇട്ട് കൊടുത്തത്. പയറപ്പുറത്ത് അരിഞ്ഞു വെച്ചത് ഓർമ്മയില്ലാതെ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ. കുറച്ചൊരു കായത്തിൽ ആണെന്ന് കരുതിയിട്ടാണ് ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട പാത്രം ഒന്ന് അടിച്ച് വയറ്റി പാർന്നേക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തക്കാളി സോസ് കുപ്പിയത് കുറച്ചുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയിക്കാൻ കേട്ടോ കിട്ടില്ല. അപ്പോൾ ഞാനെന്താട്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കുലുക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ അവിടെ വെക്കും കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഓഫാക്കുള്ളൂ. സിമ്മിലവിടെ കിടക്കും. അപ്പോൾ നമ്മളെ ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കനും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഓർമ്മയില്ല പയറവിടെ അരിഞ്ഞ് വെച്ചിക്കണമല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് രണ്ടും ഇട്ട് കൊടുത്തുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് അടച്ച് വെച്ചിട്ടോ. അപ്പോഴും ഓർമ്മ ഉണ്ടായില്ല പയർ കേട്ടോ. പയറപ്പുറത്ത് അരിഞ്ഞ് വെച്ചത് പിന്നെ അടച്ച് വെച്ചാൽ ഓർമ്മയായപ്പം പിന്നെ ഞാൻ ആ പയറൊക്കെ എടുത്ത് അതും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ആണ് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ട
3 മുട്ട എടുത്ത് ഉടച്ച് പാർന്നിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്നായിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയും പച്ചക്കറിയും ഒക്കെ ഒന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ചോറൊക്കെ ഇട്ടുകൊടുത്തപ്പോഴാണ് ഓർമ്മയായത് കേട്ടോ, സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ആർക്കും കൂടെ കുറച്ചുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചോറും പച്ചക്കറിയും ഒന്നായിട്ട് ഇങ്ങോട്ട് മിക്സാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെമ്പട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. അതിക്ക് 2 പാത്രത്തിലാക്കി ഊറ്റിയിട്ടാണല്ലോ, അതിക്ക് കൊള്ളണില്ല കേട്ടോ, മിക്സാക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ചെമ്പട്ടിക്ക് അവിടെ മാറ്റി കൊടുത്തേക്കാണ്. അങ്ങനെ നമ്മൾ പിന്നെ അടിച്ചുവാരലും തുടക്കലും അങ്ങനത്തെ ക്ലീനിങ്ങും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. മറ്റവരൊക്കെ പിന്നെ ജുമേദിനൊക്കെ വന്നാണ്ട് ചോറൊക്കെ തിന്ന് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവൾക്ക് ക്ലാസ് ഇല്ലട്ടോ, അപ്പോൾ ഞാനും ഓളും കൂടി ഒപ്പം ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഓളോട് പറയുന്നുണ്ട് പച്ചക്കറിയൊക്കെ എന്താ അങ്ങനെ മാറ്റി വെച്ചിങ്ങനെ അതൊക്കെ കഴിക്കാന്ന്, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ചോർക്ക് അങ്ങനെ ഇട്ടത്. അപ്പോൾ വേണ്ട, എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നു കേട്ടോ. ചോറ് നല്ല രസമുണ്ട്, കടായിയൊക്കെ രസമുണ്ട്, എനിക്ക് ആദ്യത്തെ പച്ചക്കറി വേണ്ടാന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഒക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ പച്ചക്കറി കഴിക്കാതെക്കാൻ പറ്റൂല, അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ആ ഇട്ടത് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയുമ്പം ഉളയെന്ന് അങ്ങനെ ഓരോന്നെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറഞ്ഞ മാതിരി ലൈക്ക് ഞങ്ങൾ മറക്കല്ലേ കേട്ടോ. പിന്നെ കമൻറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ഇടണേ, അതാ എന്നെങ്കിലുള്ള നമ്മളെ വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തുള്ളൂ കേട്ടോ. വീണ്ടും പറയണത് അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.